ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Cuisine with Love ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോക്ലേറ്റ് ചിപ്പ് കുക്കീസാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്നത്, 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ, 1 കപ്പ് മൈദമാവ്, കുറച്ച് ഹാൻഡ്ഫുൾ ഓഫ് ചോക്ലേറ്റ് ചിപ്സും. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സെമി ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ആണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലോട്ട് നമുക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അത് നല്ലതായിട്ടൊന്ന് ഒരു ഫോക്കോ അല്ലെങ്കിൽ ഒരു ബീറ്ററോ വെച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മുടെ പൗഡർഡ് ഷുഗർ ചേർക്കാവുന്നതാണ്. അതും നല്ലതായിട്ട് ഒരു 1 to 2 മിനിറ്റ്സ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈദമാവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല, ആട്ട കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മുടെ സെമി ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒരുമിച്ചൊന്നും കൂടെ ഒന്ന് കൈ വെച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ബോൾ ഷേപ്പിൽ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് എടുക്കാവുന്നതാണ്. ആ ബോൾ ഷേപ്പിൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ അതൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൈ വെച്ച് പയ്യെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു ഫ്രൈങ് പാൻ എടുക്കാം. അതൊന്ന് നല്ലതായിട്ട് ഗ്രീസ് ചെയ്യാം. നിങ്ങൾക്കിവിടെ ഗ്രീസ് ചെയ്യാനായിട്ട് ബട്ടറോ ഗീയോ എണ്ണയോ വേണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. ഞാനിവിടെ പാർച്ച്മെൻറ്റ് പേപ്പർ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫ്രൈങ് പാനിലോട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ കുക്കി ഡോവ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് വെച്ച് അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് വേണം നമ്മൾ ഈ കുക്കി ഡോവ് വെക്കാനായിട്ട്. ബിക്കോസ് ഇത് കുക്കായി വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഒന്ന് വലുതാവുന്നതാണ്. വേറെ ഒരു തവ എടുത്തിട്ട് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 5 to 7 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളെപ്പോഴും പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് അത് പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കുക്കിംഗ് ഡോ ഉള്ള ഫ്രൈങ് പാൻ നമുക്ക് അവിടെ വെക്കാം. അതിന് മുകളിൽ വെക്കാം. എന്നിട്ട് അതൊരു ലിഡ് വെച്ച് കവർ ചെയ്യാവുന്നതാണ്. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലിഡ് തുറന്ന് നോക്കാം. നമ്മുടെ കുക്കീസ് അപ്പോഴത്തേക്കും റെഡി ആവുന്നതാണ്. ഓരോന്നും വെച്ച് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാം. ചൂടോടെ നമ്മൾ ഈ കുക്കീസ് കഴിക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആൻഡ് ച്യൂയി ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് നമുക്ക് കിട്ടുന്നതാണ്. ഇത് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. തണുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്രിസ്പി ചോക്ലേറ്റ് ചിപ്പ് കുക്കീസാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളിത് ബേക്ക് ചെയ്യാനോ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്കിത് എയർ ഫ്രയറിലോ ഓവനിലോ നിങ്ങൾക്ക് ഒരു 180 ഡിഗ്രിയിൽ ഒരു 12 to 15 മിനിറ്റ്സിലേക്ക് ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് റെഡി ആവുന്നതാണ്. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും അറിയിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ.